ഇന്ന് നമുക്ക് ഒരു ക്രീം ഷെയ്ഡിൽ വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത്. ക്രീം ഷെയ്ഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഡാർക്ക് ക്രീം അല്ല, ഒരു പേൾ ക്രീം ഷെയ്ഡിലേക്കൊക്കെ വന്നിരിക്കുന്ന കുറേ സാരീസിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റിയിൽ വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. നല്ല സെമി സിൽക്കിൽ വന്നിരിക്കുന്ന സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലുമാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. രണ്ടിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ വഴി കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ഇന്ന് വന്നിരിക്കുന്ന ഈ ഓരോ പാറ്റേൺസും ഡിഫറെൻറ്റ് പാറ്റേൺസാണ് എല്ലാം. ഓരോ പാറ്റേണും എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇതേപോലെ ക്രീമിൽ ഒരു സഫയർ ഗ്രീനിൽ വന്നിരിക്കുന്ന ബോർഡറും അതേപോലെ തന്നെ എംബ്രോയ്ഡറി വർക്കും കൂടിയാണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, അതിൻ്റെ ബോഡിയിലും ഇതുപോലെ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട്, ബോർഡറിലും ഇതേപോലെ എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഫുൾ ബോഡി നമുക്ക് ഈ ഒരു പാറ്റേൺ തന്നെയാട്ടോ, ഇതേപോലെ തന്നെയാണ് അതിൻ്റെ ഫുൾ ബോഡി വരുന്നത്. പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ മാത്രം നമുക്ക് ഇതേപോലെ ലോവർ പോർഷനിലാണ് അതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. ഇതേപോലെ പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ, എന്നിട്ട് പിന്നെ വരുമ്പോൾ നമുക്ക് ആ ബോർഡറിൻ്റെ ഡിസൈൻ ഇവിടെ ഇല്ല കേട്ടോ. നമ്മൾ ഫ്രണ്ടിൽ ഫുൾ ഇങ്ങനെ എടുക്കുന്ന ഭാഗത്ത് ഈ ബോർഡർ ഡിസൈൻ വരും. പ്ലീറ്റ്സ് താഴത്തെ പ്ലീറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ ഈ ഒരു വർക്ക് മാത്രമാണ് വരുള്ളൂ. പിന്നെ ഇതിൻ്റെ മുന്താണി വരുന്നത് ഇങ്ങനെ ഒരു സ്ട്രൈപ്സ് പാറ്റേണിലാണ്. ഇതാണ് അതിൻ്റെ മുന്താണിയുടെ പോർഷൻ വരുന്നത്. അപ്പോൾ മുന്താണി ഈ ഒരു പോർഷനും ഈ ഒരു എൻഡിൽ ഈ ഒരു സ്ട്രൈപ്സ് പാറ്റേണും കൂടെ വരും. പിന്നെ ബ്ലൗസ് വരുമ്പോൾ ഇതേപോലെ ഇതാണ് അതിൻ്റെ ഈ സ്ട്രൈപ്സിൽ വന്നിരിക്കുന്ന ബ്ലൗസ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1850, 1850 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് സെമി സിൽക്കിൽ വന്നിരിക്കുന്ന മെറ്റീരിയലാണ്. നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. നല്ല ലൈറ്റ് വെയ്റ്റുമാണ്, സോഫ്റ്റുമാണ് മെറ്റീരിയൽ, ഉടുക്കാനും നല്ല കംഫർട്ടബിളാണ്. അടുത്തത് വരുന്നത് ഓൾ ഓവർ ദ ബോഡി ഇതേപോലെ ഒരു ചെറിയ ഒരു സെറിയുടെ ഒരു വീവ് ഡിസൈൻ ഓൾ ഓവർ ദ ബോഡിയിൽ വരും. എന്നിട്ട് എംബ്രോയ്ഡറി വർക്കും വരും. ഇതുപോലെ തന്നെ രണ്ട് ബോർഡറും ഉണ്ട്. ഒരു സെറിയുടെ ഒരു ഗോൾഡൻ സെറിയുടെ ഒരു ബോർഡറാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു ബോർഡർ, നമുക്ക് നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കിൽ വന്നിരിക്കുന്ന സാരി കേട്ടോ ഇതൊക്കെ. അതിൻ്റെ അപ്പോൾ ഇതിൻ്റെ മുന്താണിയിലേക്ക് വരുമ്പോൾ ഇതേപോലെയാണ് മുന്താണി വരുന്നത്. ഒരു കട്ട് വർക്കിൻ്റെ ഒരു പാറ്റേൺ വന്നു, എന്നിട്ട് ഇങ്ങനെ ഒരു സ്ട്രൈപ്സ് പാറ്റേണും കൂടെയാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് വരുമ്പോൾ ഇതേപോലെ ചെറിയ ഗോൾഡൻ സെറിയുടെ ചെറിയ ചെറിയ ബുട്ട വീവ് ഡിസൈനുള്ള ബ്ലൗസ്. എന്നിട്ട് സ്ലീവെൻറ്റിൽ ഈ ഒരു ബോർഡറും കൂടെ വരും, നമ്മുടെ സാരിയുടെ അതേ ബോർഡർ. ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 1850 ആണ്. ഇതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സെമി സിൽക്കിൽ വന്നിരിക്കുന്ന സാരി. അടുത്തത് വരുന്നതും അതേ പാറ്റേൺ തന്നെ, വർക്കിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ ബോഡിയിൽ വന്നിരിക്കുന്ന ഒരു എംബ്രോയ്ഡറി വർക്ക് ഇതേപോലെയാണ് ബോഡിയിലെ എംബ്രോയ്ഡറി വർക്ക്. കളറൊക്കെ ബേസ് കളർ സെയിം തന്നെയാണ്. എംബ്രോയ്ഡറി വർക്ക് വരുമ്പോൾ ഇതേപോലെയാണ് എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. എന്നിട്ട് ഇതിൻ്റെ ബോർഡർ വരുമ്പോൾ ഇതേപോലെ ഒരു ആൻറ്റിക് ഗോൾഡൻ ഷെയ്ഡിലേക്ക് വന്നിരിക്കുന്ന ഒരു ബോർഡറാണ് കേട്ടോ. അതിൻ്റെ മുന്താണി വരുമ്പോഴും ഇതുപോലെ തന്നെ ആ ഒരു കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും കൂടെയാണ് വരുന്നത്. ബ്ലൗസ് വരുമ്പോൾ നമുക്ക് ഈ സെയിം ചെറിയൊരു വീവ് ഡിസൈൻ വന്നിരിക്കുന്ന ബ്ലൗസ്. ഇതിൻ്റെയൊക്കെ നമുക്ക് ഫുൾ സാരിയിലേക്ക് വരുമ്പോൾ ഈ എംബ്രോയ്ഡറി വർക്ക് നമ്മൾ പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ എംബ്രോയ്ഡറി വർക്ക് താഴെ മാത്രമേ ഉള്ളൂ. ഈ ചെറിയ ബുട്ട ഡിസൈൻ ഓൾ ഓവർ ദ ബോഡിയിൽ ബുട്ട ഡിസൈൻ വരും. 1850. അടുത്തത് വരുന്നത് നമുക്ക് അതേ പാറ്റേൺ തന്നെ എംബ്രോയ്ഡറി വർക്കിൽ ചെറിയ ഡിഫറൻസ് വരും. ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. ഇതിൻ്റെ ബോർഡർ വരുമ്പോൾ ഇതേപോലെ ഒരു ആൻറ്റിക് ഗോൾഡൻ ഷെയ്ഡിലേക്ക് വന്നിരിക്കുന്ന ബോർഡർ, മുന്താണി ഇതേപോലെ കട്ട് വർക്ക് ആൻഡ് എംബ്രോയ്ഡറി വർക്ക്. 1850. നല്ല ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയലാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലുമാണ് കേട്ടോ. കുഴപ്പമില്ല, ജസ്റ്റ് ഡിസൈൻ മാത്രം. അടുത്തത് വരുന്നത് ഇതാണ്. ഇതിൻ്റെ വർക്ക് കണ്ടോ, ഈ ബോഡിയിലുള്ള വർക്കിൻ്റെ ഡിഫറൻസ് ആണ് കേട്ടോ. ഇതൊക്കെ ഒരു ബ്രൗൺ ടോണിൽ വന്നിരിക്കുന്ന വർക്കാണ്. അതേപോലെ തന്നെ എംബ്രോയ്ഡറി ആൻഡ് കട്ട് വർക്ക് വന്നിട്ടുണ്ട് ഇതേപോലെ മുന്താണിയിലേക്ക് വരുമ്പോൾ. ബ്ലൗസ് എല്ലാം ഈ ചെറിയ ഡോട്ട് ഡിസൈൻ ബ്ലൗസിൽ വരും. അടുത്തത് വരുന്നത് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സെമി സിൽക്ക് മെറ്റീരിയൽ. അതിനകത്ത് ബോർഡേഴ്സ് ഇങ്ങനെ വരും ഉണ്ടോ, ഇതേപോലെ ഒരു ബോർഡർ ഡിസൈൻ കൊടുത്തിട്ട് ഇതേപോലെ ഒരു ഫ്ലവർ ഡിസൈനാണ് രണ്ട് ബോർഡറിലും സെൻറ്റർ പോർഷനിലും കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത്. മുന്താണിയിലേക്ക് ഇതേപോലെ വരും. പിന്നെ നമുക്കിതിൻ്റെ ബ്ലൗസ് പീസ് വരുമ്പോൾ സെയിം
സെയിം ആണോ ബ്ലൗസ് പീസ്? സെയിം തന്നെ ബ്ലൗസ് പീസ് വരുന്നത് അല്ലേ? സെയിം തന്നെ ബ്ലൗസ് പീസും വരും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2380, 2380. ഇതൊക്കെ നമുക്ക് പേൾ ക്രീമിലേക്ക് ഒരു പിങ്ക് കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. അതെ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലും ആണ് കേട്ടോ. 2380. അടുത്തത് വരുന്നതും അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. ശരിക്കും നമുക്ക് ടസറിൻ്റെയൊക്കെ ഒരു സാരി എടുത്ത് അതേപോലെ നിൽക്കും, അത്രയും നല്ലൊരു മെറ്റീരിയൽ. അത് ഇതാണ് അതിൻ്റെ ബോർഡർ ഡിസൈൻ വരുന്നത്. ബോർഡറിൻ്റെ ഇങ്ങനെ വരും. എന്നിട്ട് ഇതേപോലെ ഒരു ഗോൾഡൻ്റെ ചെറിയ ബുട്ടാസ് ഇങ്ങനെ രണ്ട് ബോർഡർ കഴിഞ്ഞിട്ട് രണ്ട് സൈഡിലും ഈ ഒരു ചെറിയ ഗോൾഡൻ ബുട്ടാസ്, സെൻറ്റർ പോർഷനിൽ ഇതേപോലെ ഫ്ലവർ ഡിസൈൻ. ഇതിനകത്ത് ബ്ലൗസ് വരുമ്പോൾ ദേ ഈ ഒരു യെല്ലോ, മസ്റ്റേർഡ് യെല്ലോ ടോണിലേക്ക് സ്ട്രൈപ്സ് വന്നിട്ട് ബുട്ട ഡിസൈനും ബോർഡറിൽ ഈ ഒരു ഡിസൈനും കൂടെ വരുന്ന ബ്ലൗസും. ഇതിൻ്റെയും റേറ്റ് വരുന്നത് 2380. ഫുൾ ബോഡി ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഫുൾ ബോഡി ഈ ഒരു ഡിസൈൻ തന്നെയാണ് വരുന്നത്. കോൺട്രാസ്റ്റ് ബ്ലൗസാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അടുത്തത് വരുന്നത് ഒരു 1090 ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഒരു ചന്തേരി ഫീൽഡിലേക്കൊക്കെ വരുന്ന പോലുള്ളൊരു മെറ്റീരിയൽ. ഇങ്ങനെ സ്ക്വയർ ഡിസൈനാണ്. ഇതേ ബോർഡർ വന്നിട്ടുണ്ട് ഇതേപോലെ സ്ക്വയറിലിടയ്ക്ക് ഇങ്ങനെ ബുട്ട ഡിസൈൻ പോലെ വരും. ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത്. ബ്ലൗസ് വരുമ്പോൾ നമുക്ക് സെയിം ബ്ലൗസ് തന്നെയാണ് കേട്ടോ പെയർ ചെയ്തിരിക്കുന്നത്. സെയിം ആ ചെക്ക് പാറ്റേണിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസ്. 1090, 1090. അടുത്തത് വരുന്നതും ക്രീമിൽ അല്പം ഒരു കോപ്പർ ബ്ലെൻഡ് ആയിട്ടുള്ളൊരു ടോണിലേക്ക് വന്നിരിക്കുന്ന വീവ് ഡിസൈൻ. ബോർഡറിൽ ഒരു കോപ്പർ സെറിയുടെ വീവ് ഡിസൈനും ബോഡിയിലേക്ക് വരുമ്പോഴും അതുപോലെ ഒരു കോപ്പർ ടോണിൽ വന്നിരിക്കുന്ന എംബ്രോയ്ഡറി വർക്ക്. ഇതാണ് മുന്താണി വരുന്നത്. ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ പ്ലെയിൻ ബ്ലൗസ് വിത്ത് സ്ലീവ് ആൻഡ് ബോർഡറാണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1680, 1680. അടുത്തത് വരുന്നത് നമുക്കൊരു ചന്തേരി, അല്പം ഒരു സിൽക്ക് ആൻഡ് ചന്തേരി ബ്ലെൻഡ് ആയിട്ടുള്ള പോലെ ഒരു മെറ്റീരിയൽ. അതിനകത്ത് ഇതേപോലെ ഒരു എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെയും റേറ്റ് വരുന്നത് 1090 ഇതിൻ്റെയും റേറ്റ് വരുന്നത്. മുന്താണി വരുമ്പോൾ ഇങ്ങനെ വരും. ബ്ലൗസ് വരുമ്പോൾ നമുക്ക് സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസ്. ഇതേപോലെ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസ്. പ്ലെയിൻ ആട്ടോ ബ്ലൗസ് വരുന്ന, പ്ലെയിൻ വിത്ത് സ്ലീവ് എൻഡിൽ ആ ബോർഡർ വന്നിരിക്കുന്ന ബ്ലൗസ്. ഇതേപോലെയാണ് ഫുൾ ബോഡിയിൽ ഇതേപോലെയാണ് വർക്ക് വരുന്നത്. നമുക്ക് ആ വലിയ വർക്ക് നമ്മളിവിടെ പ്ലീറ്റ്സ് എടുക്കുന്നിടത്താണ്. താഴേക്ക് വരുമ്പോൾ ഈ ചെറിയ ചെറിയ വർക്കാണ് വന്നിരിക്കുന്നത്. 1090. അടുത്തത് വരുന്നത് നമുക്ക് അതേപോലെ ക്രീം ഷെയ്ഡിൽ ഇതേപോലെ ഒരു എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ബോഡിയിൽ. ഇതേപോലെ ഒരു ട്രീയുടെ ഷേപ്പിലുള്ള എംബ്രോയ്ഡറി വർക്ക്. രണ്ട് ഷെയ്ഡിലാണ് വർക്ക് വന്നിരിക്കുന്നത്. ഒരു ബ്രൗണും ഒരു ലൈറ്റ് ബേജ് ടോണിലും കൂടെ വന്ന എംബ്രോയ്ഡറി വർക്ക്. ഇതേപോലെയാണ് അതിൻ്റെ ബോർഡർ വരുമ്പോൾ ബോർഡറിലും ഇതേപോലെയുള്ളൊരു വർക്കാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് മുന്താണിയിലേക്ക് വരുമ്പോൾ ഇതേപോലെ ആ ഒരു എംബ്രോയ്ഡറി വർക്ക്. ഇത് ഫുൾ എംബ്രോയ്ഡറി വർക്ക് തന്നെയാണ് കേട്ടോ. ഒരു പൈപ്പിംഗ് വർക്ക് നമുക്ക് അതിൻ്റെ ബോർഡറിൽ കൂടെ ഒരു പൈപ്പിംഗ് വർക്കും കൂടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. 2210 ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതേപോലെയാണ് ആ ഒരു ഡിസൈൻ വരുന്നത്. ബ്ലൗസ് വരുമ്പോൾ പ്ലെയിൻ ബ്ലൗസ് വിത്ത് ആ സ്ലീവ് എൻഡിൽ പൈപ്പിംഗ് ബോർഡർ വരും. ഒരു ബ്രൗൺ ടോണിലേക്ക് വരുന്ന പൈപ്പിംഗ് ബോർഡർ. 2210. അടുത്തത് വരുന്നത് ഇതേപോലെ ക്രീം ഷെയ്ഡ് തന്നെ. ക്രീമിൽ ഒരു ലൈറ്റ് ഗോൾഡൻ സെറിയുടെ ഒരു എംബ്രോയ്ഡറി വർക്ക് ഇതുപോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ട് ബോർഡറിലും ഇങ്ങനെ വരും. എന്നിട്ട് ബോഡിയിലും ഇതുപോലെ ഒരു ലൈറ്റ് ഗോൾഡൻ സെറിയുടെ എംബ്രോയ്ഡറി വർക്ക്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1680. മുന്താണി വരുമ്പോഴും സെയിം പാറ്റേൺ, പ്ലെയിൻ ബ്ലൗസാണ്. പ്ലെയിൻ ബ്ലൗസ് വിത്ത് സ്ലീവ് ആൻഡ് ബോർഡർ. ഇത് കണ്ടോ, സ്ലീവ് എൻഡിൽ ഈ ഒരു ബോർഡറും കൂടെ വരും. ഇത് എല്ലാം നമുക്ക് പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ ഹാഫ് പോർഷനിലാണ് കേട്ടോ ഈ വർക്ക് വരുന്നത്. പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ ഇങ്ങനെയായിരിക്കും വർക്ക് വരുന്നത്. 1680 ഇതിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സെമി സിൽക്കിൽ ഇതേപോലെ ഒരു
ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഇത് ഫുൾ ഡിസൈനാണ്. ഇതാണ് അതിൻ്റെ ബോർഡർ വരുന്നത്. ഇതേപോലെ വരും ബോർഡർ. ഇതിൻ്റെയും റേറ്റ് വരുന്നത് 1050 ആണ്. ഇതിൻ്റെ മുന്താണി വരുമ്പോൾ ഇതേപോലെ ഇത് ഡിസൈനാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഈ ബോർഡർ മാത്രം ഒരു ലൈറ്റ് ഗോൾഡൻ സെറിയിൽ വന്നിരിക്കുന്ന ബോർഡർ. ബ്ലൗസ് വരുമ്പോൾ ഇതേപോലെ ഒരു ഡോട്ട് ഡിസൈൻ വന്നിട്ടുള്ള ബ്ലൗസ്, എന്നിട്ട് സ്ലീവ് എൻഡിൽ ഈ ഒരു ബോർഡറും വരും. ഇതും നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ്. സെമി സിൽക്കിൽ വന്നിരിക്കുന്ന ലൈറ്റ് വെയ്റ്റ് സാരീസ്. അടുത്തത് വരുന്നത് നമുക്ക് ക്രീം ഷെയ്ഡിൽ വന്നിരിക്കുന്ന സാരി. ബോർഡറിൽ ഇതേപോലെ ഇതാണ് എൻ്റെ ബോർഡർ വന്നിരിക്കുന്നത്. സെറിയുടെ ഒരു വീവ് ഡിസൈൻ, എന്നിട്ട് ഒരു സെൽഫായിട്ടുള്ള ഒരു സ്ട്രൈപ്സ് പാറ്റേൺ ബോഡിയെ കൂടെ പോയിട്ടുണ്ട്. ഇത് സെൽഫ് ടോണിൽ തന്നെ വന്നിരിക്കുന്ന ഒരു ചെറിയ സ്ട്രൈപ്സ് പാറ്റേൺ. അതിൻ്റെ മുന്താണി വരുമ്പോഴും കണ്ടോ ശരിക്കും ഒരു ബനാറസ് വീവിൻ്റെ അതേ പാറ്റേണിലാട്ടോ അതിൻ്റെ മുന്താണിയും ബോർഡറും ഒക്കെ വന്നിരിക്കുന്നത്. ബ്ലൗസ് വരുമ്പോൾ നമുക്ക് ഇതേപോലെ ആ ഒരു ബ്രൊക്കേഡ് പാറ്റേണിൽ വരുന്ന ബ്ലൗസ്. ആ ഒരു ബനാറസിൻ്റെ ബ്രൊക്കേഡ് പാറ്റേണിൽ വന്നിരിക്കുന്ന ബ്ലൗസ്. ഒരു ക്രീം ആൻഡ് ഗോൾഡൻ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1950. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ സാരീസിൻ്റെ കളക്ഷൻസ്. ഇത് നല്ല സോഫ്റ്റ് ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഉടുക്കാനും നല്ല കംഫർട്ടബിൾ ആയിരിക്കും. അപ്പം ഇതിനകത്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. രണ്ടിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാവും. താങ്ക്